50 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണയിക്കപ്പെടുന്നത്. അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധവും എതിർപ്പുമായിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് സാർ സ്റ്റാലിൻ്റെ എതിർപ്പിന് കാരണം? കാരണം അയാൾ തോറ്റുപോകും. അയാൾ തോൽവിയുടെ വക്കിലിരിക്കുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസാന ശ്രമമാണ്. അതാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൊപ്പിയിടുമെന്നുള്ള ഉറപ്പാണ്. ഒരു വശത്തൂടെ സൂപ്പർ വിജയ് ഇങ്ങനെ കയറി വരുന്നു, മറുവശത്തൂടെ ADMK അവരുടെ ഭിന്നതകളെല്ലാം മറന്നിട്ട് ഒരുമിക്കുന്നു, ഒന്നായിട്ട് വരുന്നു, വലിയൊരു ശക്തിയാവും. അണ്ണാമലൈ അതിഭീകരമായിട്ട് BJPയുടെ വോട്ട് ഷെയർ അവിടെ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ദ്രാവിഡ സംസ്ഥാനത്ത് BJPക്ക് ഒരു ഫുട് പ്രിൻറ്റ് പോലും വാജ്പേയിയുടെ കാലത്തോ അതിനു മുമ്പോ അദ്വാനിയുടെ കാലത്തോ ഉണ്ടാകാതിരുന്ന ഫുട് പ്രിൻറ്റ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം DMK എന്ന് പറയുന്ന കക്ഷി അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് മാറിയിട്ടുണ്ടെന്ന് തമിഴ്നാട്ടിലെ ഓരോരോ കുട്ടിക്കും അറിയാം. രാജീവ് ഗാന്ധിയെക്കുറിച്ച് പണ്ട് ബീഹാറിലെ തെരുവിലെ ഒരു കുട്ടി പറഞ്ഞത് ഗലി ഗലി മേ ചോർ ഹൈ, രാജീവ് ഗാന്ധി ചോർ ഹൈ എന്ന് പറഞ്ഞ പോലെ കരുണാനിധി ചോർ ഹൈ എന്ന് തമിഴ്നാട്ടിലെ ഓരോ കുട്ടിക്കും, ദ്രാവിഡ സംസ്കാരത്തിൽ അഭിരമിക്കുന്ന ഓരോ കുട്ടിക്കും, പ്രായമായവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, പൊളിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്ര കോടിയുടെ സമ്പാദ്യമാണ് കരുണാനിധി കുടുംബം ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് വെട്ടിച്ചെടുത്ത് അവരുടെ കുടുംബം വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഓരോ കുട്ടിക്കും അറിയാം. തന്നെയല്ല, എല്ലാ തരത്തിലും പൊളിക്കുകയാണ്. നോക്കൂ, ഇപ്പോൾ ഹിന്ദിക്കെതിരെ പ്രക്ഷോഭം നടത്തുകയാണ് അവർ. ഹിന്ദി തമിഴ്നാട്ടിലെ കുട്ടികൾ പഠിച്ചുകൂടാ. ധർമ്മേന്ദ്ര പ്രധാൻ പാർലമെൻറ്റിൽ അത് പൊളി 3 ഭാഷ സിസ്റ്റം അതാണ് അല്ലോ, ട്രൈ ലാംഗ്വേജ് പാറ്റേൺ, അതിന് ത്രിഭാഷ സംവിധാനം. അതിന് നേരത്തെ തന്നെ കരുണാനിധി ഒപ്പിട്ട് അനുമതി കൊടുത്തിരിക്കുക, സമ്മതമാണെന്ന് പറഞ്ഞ്. അന്നപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഇങ്ങനെ പറയാൻ കാര്യം എന്താ? ഇപ്പോൾ തോൽവിയുടെ വക്കത്തെത്തി നിൽക്കുക. എന്തെങ്കിലും ഒരു അടിയന്തര കച്ചിത്തുരുമ്പല്ല, ഇതൊരു അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കാൽക്കീഴിൽ നിന്ന് വെള്ളം ചോർന്നു പോകും. അതാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ മണ്ണ് ചോർന്നു പോകും, ഒലിച്ചു പോകും. DMK തമിഴ്നാട്ടിൽ നിന്ന് ഒലിച്ചു പോകും. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് എന്തെങ്കിലും ഒരു SOS കോളാണ്, സേവ് അവർ സോൾ. കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ചൊല്ല്? കപ്പലിൽ നിന്ന് തകരലിൽ വീടുന്ന ആൾക്കാർ ഞങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരണമെന്ന് പറയുന്ന അത് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ കൊടുത്തിരിക്കുന്നത്. അതെ, പിണറായി വിജയൻ റെസ്ക്യൂ ഓപ്പറേഷൻ, രക്ഷാപ്രവർത്തനത്തിൻ്റെ അറിയാമല്ലോ, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഉസ്താദാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി. അപ്പം അത് ഞാൻ ചെന്നുകൊള്ളാം, ഞാൻ ചെന്ന് ഇതെല്ലാം പറയുക, അടിയൻ ലക്ഷിപ്പോവും എന്ന് പറഞ്ഞ് പോയിരിക്കും. പക്ഷെ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. അഴിമതിയുടെ മഹാസാഗരത്തിൽ ആ സകലം മൂടിയിരിക്കുന്ന ഒരു കപ്പലിലാണ് MK സ്റ്റാലിൻ ഇപ്പോൾ സഞ്ചരിച്ചുള്ളത്. തകർന്ന് തരിപ്പണമായി അതിനടിയിൽ കൂടെ വെള്ളം ചോർന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. അണ്ണാദുരൈ ടോർപിഡോ ചെയ്ത അവിടെ തുളകളുണ്ടാക്കി അന്തർവാഹിനികളൊക്കെ ചെന്ന് കപ്പലിൽ ചോർച്ച ഉണ്ടാകുമല്ലോ, അതുപോലെ ചോർച്ച ഉണ്ടാക്കിയിരിക്കുന്നു. കപ്പൽ മുങ്ങി താണുകൊണ്ടിരിക്കുകയാണ്. കപ്പിത്താൻ കടലിൽ മുങ്ങിച്ചാവാൻ പോകുന്ന ഒരു സന്ദർഭമാണ്. കേരളത്തിൽ ഒരുപക്ഷെ പിണറായി വീണ്ടും വന്നേക്കാം. എന്നാൽ MK സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ഇനി ഒരിക്കലും വരാൻ പോകുന്നില്ല. ആ സമയത്ത് നടത്തുന്ന ഒരു രക്ഷാപ്രവർത്തനമാണ്. സനാതനധർമ്മത്തെ കയറി പിടിച്ചു നേരത്തെ പിടിവള്ളിയായിട്ട്, അത് രക്ഷപ്പെട്ടില്ല, അത് പൊട്ടി പാളീസായി. പിന്നെ ഹിന്ദിയെയാണ് കയറി പിടിച്ചത്. ഹിന്ദി വന്നാലും രക്ഷയില്ല. കാരണം എന്താണ്? ഹിന്ദി ഭാഷ മാത്രം മതിയെന്ന് പറയുന്ന ആളാണ് മുലായം സിംഗ് യാദവും അദ്ദേഹത്തിൻ്റെ മകൻ അഖിലേഷ് യാദവും. അവർക്ക് ഹിന്ദി മതി, ഇംഗ്ലീഷ് വേണ്ട. ഇംഗ്ലീഷ് ഇന്ത്യയിൽ നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റിൽ ബിൽ അവതരിപ്പിച്ച ആളാണ് മുലായം സിംഗ് യാദവ് എന്ന് പറയുന്ന ഗുസ്തിക്കാരൻ. എന്തൊരു കോമാളിത്തമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനോട് കൂട്ടിച്ചേർന്നുകൊണ്ട് BJP മന്ത്രിസഭയെ അട്ടിമറിക്കാൻ ശ്രമിച്ചയാളാണ് അഴിമതി വീരനായ MK സ്റ്റാലിൻ. MK സ്റ്റാലിന് മേക്കപ്പൊക്കെ വെച്ച് ഇങ്ങനെ കൂടാരം പോലെ ആ മീനാക്ഷി ഉണ്ടല്ലോ, മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ആ തുങ്ക ഗോപുരം പോലെ മുടിയൊക്കെ വെച്ചിരിക്കുന്നെങ്കിൽ പ്രായാധിക്യത്താലുള്ള അസുഖബാധിതനുമാണ്. അപ്പോൾ അടുത്തതായിട്ട് ഇനി ഉദയനിധി വരണം. ഉദയനിധി വന്നാലും പോരാ, ആ പരമ്പര ഇങ്ങനെ തുടരണം. അതെ, അതിനടുത്തതായിട്ട് അൻപരസ് എന്നും പറഞ്ഞ് അയാൾക്കൊരു മോനുണ്ട് പോലും, മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അയാളെ മുഖ്യമന്ത്രിയാക്കണം. ഇങ്ങനെ പരമ്പര വാഴണം. വീരപാണ്ഡ കട്ടബൊമ്മൻ എന്നൊക്കെ പറഞ്ഞുള്ള ആൾക്കാരെ, ചോള പാണ്ഡ്യ രാജാക്കന്മാർ ഒക്കെ ഭരിച്ചിരുന്നല്ലോ. രാജേന്ദ്ര ചോളൻ എന്ന് പറയുന്ന പോലെ പരമ്പര അവിടെ തുടരാൻ വേണ്ടിയിട്ടുള്ള പരിഹാസ്യമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടല. ഡോൺ കിഹോട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? ഡോൺ കിഹോട്ട് സെർവാൻ്റെ എന്ന് പറയുന്ന ആ റിനൈസൻസ് നവോത്ഥാന കാലത്ത് എഴുതപ്പെട്ട പ്രസിദ്ധമായ രചനയാണ് ഡോൺ കിഹോട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ പഴയ കാലത്ത് സർഹുഡ് അല്ലെങ്കിൽ നൈറ്റ്ഹുഡ് കിട്ടാൻ വേണ്ടിയിട്ട്
ഓരോരോ പ്രഭുക്കന്മാരെ ഓരോരോ നാടുകളിൽ പോയി സ്ത്രീകളെയൊക്കെ രക്ഷപ്പെടുത്തി ശത്രുക്കളിൽ നിന്ന് രാജ്യത്തെയൊക്കെ രക്ഷപ്പെടുത്തതുപോലെ രക്ഷാപ്രവർത്തനവുമായിട്ട് അവിടെയും രക്ഷാപ്രവർത്തനമാണ്. കഴുതപ്പുറത്ത് കുതിരയില്ലായൊക്കെ, കുതിര വാങ്ങിക്കാൻ കാശുമില്ല. സാങ്കോ പാൻസ എന്ന് പറയുന്ന ഒരു ആളിനെ വാടകയ്ക്ക് എടുത്ത് അയാൾക്ക് ഒരു കഴുത കൊടുത്ത്, അയാൾ വയസ്സായ ആളാണ്, അവർ യുദ്ധം ചെയ്യാൻ പോവുക, നാട്ടിൻപുറത്തും ഇങ്ങനെ പോവുക. നാട്ടിൻപുറത്ത് പോയപ്പോൾ ഒരു ആട്ടിൻപറ്റം അതുവഴി എങ്ങാണ്ട് ഒരു ആട്ടിടയനുമായിട്ട് പോയപ്പോൾ അതിനെക്കാട്ടും ഇത് ശത്രു സൈന്യം വരുന്നു എന്ന് പറയുന്ന പോലെ കേന്ദ്രത്തിൽ ഇതേ ശത്രു സൈന്യം അറ്റാക്ക് ചാർജ് എന്നും പറഞ്ഞ് അറ്റാക്ക് ചെയ്തു. ആട്ടിടയന്മാരും ആടും മുട്ടനാടുകളും എല്ലാം കൂടി അവരെ അടിച്ച് നിരപ്പാക്കി കഴുതയും കൊന്ന് രണ്ടെണ്ണത്തിനെയും ഒരു വിധത്തിൽ പരുവമാക്കി തിരിച്ചു വിട്ടു എന്ന് പറയുന്നവരൊരു മിസ് അഡ്വഞ്ചറാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടത്. മിസ് അഡ്വഞ്ചർ. ഹിന്ദിക്കെതിരെ പ്രക്ഷോഭം ഏറ്റവും കൂടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ രൂപ ലോകം മുഴുവൻ ഡോളറിനോടൊപ്പം റൂബിളിനോടൊപ്പം ചൈനയുടെ യെന്നിനോടൊപ്പം സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ ഈ രൂപ എന്ന് പറയുന്നത്. ആ രൂപ എന്ന് പറയുന്നതിൻ്റെ ചിഹ്നങ്ങളിൽ ലോകം മുഴുവൻ അറിയാം. അതെ, റുപ്പിയെ കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് അബുദാബി പല ലോകരാജ്യങ്ങളും രൂപയിലാണ് വിനിമയം നടത്തുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സാധ്യമാണ് രൂപയിൽ വിനിമയം. റഷ്യയുമായിട്ട് നമ്മൾ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയോട് പെട്രോൾ വാങ്ങിച്ചത് രൂപ കൊടുത്ത. അങ്ങനെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സാധനത്തിന്റെ ചിഹ്നം ദുബായിലൊക്കെ ഇന്ത്യൻ രൂപയിൽ സാമ്പത്തിക വിനിമയം സാധ്യമാകും. അതിന്റെ ചിഹ്നം അങ്ങ് മാറ്റിയിട്ട് തമിഴ്നാട്ടിലെ ഒരു അക്ഷരം തമിഴ്. ഇത് തമിഴ്നാട്ടുകാരനായ ഉദയനിധി, അദ്ദേഹത്തിന്റെ മകനല്ല, ഉദയനിധി എന്ന് പറയുന്ന ഒരു ഡിസൈൻ എഞ്ചിനീയർ തയ്യാറാക്കിയ മകനാണ്. ഡിസൈൻ ചെയ്ത ചിഹ്നമാണ്. ആ ചിഹ്നം എടുത്തു വെച്ച് ഇയാളങ്ങ് അലക്കി ഒരു തമിഴ് അക്ഷരമാക്കി അങ്ങ് മാറ്റി അഖില ലോക പ്രശസ്തമാകാൻ വേണ്ടി. തമിഴിന് അഖില ലോക പ്രശസ്തി ഇല്ലെന്നൊന്നും അല്ല പറയുന്നത്. നമുക്കറിയാമല്ലോ, തമിഴ് കാശി സംഗമോ അത് മോദിയാണ് അത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ചെങ്കോലാണ് പാർലമെൻറ്റിനെ അലങ്കരിക്കുന്നത്. തമിഴ്നാട്ടുകാർക്കറിയാം ആ ഹൈന്ദവ വികാരമാണ് അദ്ദേഹത്തിനുള്ളത്. ദ്രാവിഡ വികാരവും ഉൾക്കൊള്ളുന്ന ഹൈന്ദവ വികാരമാണ് മോഡി ഉൾക്കൊള്ളുന്നത്. പക്ഷേ അദ്ദേഹം വിചാരിച്ച ഉത്തരേന്ത്യൻ സംസ്കാരമാണ്, ഗോസായി സംസ്കാരം എന്ന് പറഞ്ഞ് ആഞ്ഞടിക്കാമെന്ന് വിചാരിച്ചാണ് അദ്ദേഹം പൊട്ടിപ്പാളീസായി പോവുകയുള്ളൂ. എന്നിട്ട് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഡീലിമിറ്റേഷൻ. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജനസംഖ്യ കൂടുന്ന സ്ഥലങ്ങളിലെ അതിനനുസരിച്ച് ഇപ്പോൾ 10 ലക്ഷം, അതെ 10 ലക്ഷം പേര് അല്ലെങ്കിൽ 20 ലക്ഷം പേര് ചേർന്ന ഒരു ജനസമൂഹത്തിന് ഒരു മെമ്പർ, പാർലമെൻറ്റ് മെമ്പർ, അതിന് പ്രൊപ്പോർഷനേറ്റായിട്ട് ഒരു MLA, ഒരു നിയമസഭാ മെമ്പർ. ഇത് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, മലപ്പുറത്ത് ജില്ലയിലെ MLA-മാരുടെ എണ്ണം കൂടി, പത്തനംതിട്ട ജില്ലയിലെ കുറഞ്ഞു ജനസംഖ്യ ആനുപാതികമായി. അന്നൊന്നും ഇങ്ങനെ വിചാരിച്ചില്ല, ഒരു വിഭാഗം മാത്രം ജനസംഖ്യ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരും, മറ്റൊരു ഡിമിനിഷ് ചെയ്യും. പത്തനംതിട്ടയിൽ എന്താ കാര്യം? 0 പോപ്പുലേഷൻ. മലപ്പുറത്ത് എന്താ? അത് 2 ഡിജിറ്റ്സിന് മുകളിലേക്ക് പോകും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇപ്പം അങ്ങനെ ആയിരിക്കില്ല. അങ്ങനെ പോയതിൻ്റെ ഫലമായിട്ട് അവിടെ MLA-മാരുടെ എണ്ണം കൂടി. മലപ്പുറത്ത് ജനസംഖ്യ ഈ ജില്ലാ കണക്കിൽ നോക്കുമ്പോൾ പത്തനംതിട്ടയേക്കാൾ കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് MLA-മാരുടെ എണ്ണം കൂട്ടിയേ പറ്റൂ. ഭരണഘടന അനുസരിച്ച് ഭരണഘടന വിഭാവനം ചെയ്തപ്പോൾ ഇങ്ങനൊന്നും വിചാരിച്ചില്ല. ഒരു മതം മാത്രം വളരും എന്ന് അങ്ങനെ വിചാരിച്ചില്ല എന്ന് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ അങ്ങനെ വന്നിട്ടുള്ള ജനസംഖ്യാ വർധനം ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെയാണ് മുസ്ലിം ന്യൂനപക്ഷമെന്നും പറഞ്ഞാൽ ഇതുവരെ. ഇപ്പം ഈ ഒരു ഡീലിമിറ്റേഷനെതിരായിട്ടുള്ള മീറ്റിംഗ് എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന ഒരു സമരമാണിത്. അല്ലാതെ ജനസംഖ്യ കൂടിയിട്ടുണ്ടെങ്കിൽ വടക്കേ ഇന്ത്യയിലെ ദളിതരുടെയാണ്. ഈ ഭദ്രാലോകം എന്നൊക്കെ പറയുന്ന വരേണ്യവർഗക്കാരുടെ ഒന്നും ജനസംഖ്യ കൂടിയിട്ടില്ല. കാരണം എന്താണ്? അത് ശരിയല്ല എന്ന് അവർക്കറിയാം. അവരുടെ വിനോദം എന്ന് പറയുന്നത് വേറെ ആയി കഴിഞ്ഞു. സന്താന ഉൽപാദനമായിരുന്നു പണ്ട് ഇവരുടെ എല്ലാം വിനോദം എന്ന് പറയുന്നത്. ഇപ്പോൾ അതല്ല, അതിന് മറ്റു മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങൾ അറിയാൻ വയ്യാത്ത ആൾക്കാരാണ് ഈ രായിക്ക് രാമായണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്. അത് ഷാബാനു കേസിലും അത് തന്നെ. ഒരു അമ്മായി ഈ അപ്പൻ ആണല്ലോ മരുമകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണത് പറഞ്ഞത്. ആ കൂടിയും കഴിയുക അവർക്ക് ആകെയുള്ളൊരു വിനോദ ഉപാധി അത്ര ഗതികെട്ട് കഴിയുന്നത് കൊണ്ട് ഈ സെക്സ് മാത്രം. അങ്ങനെയാണ് ജനസംഖ്യ വർദ്ധിക്കുന്നത്, വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ വിദ്യാഭ്യാസം വന്നതോടുകൂടി ഇതിന് മാറ്റം വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസമില്ലാത്ത ദളിതർക്കിടയിൽ ഈ ജനസംഖ്യ വർധന ഉണ്ടാവുന്നുണ്ട്. ആ ദളിതർക്കെതിരെ ആണ് അദ്ദേഹം ഈ ഡിലിമിറ്റേഷനെതിരെ പ്രസ്ഥാനം നടത്തുന്നത്. അതിന് കേരള മുഖ്യമന്ത്രി കൂട്ടു നിൽക്കുക. മനസ്സിലായി? ആൾ ഇന്ത്യ പാർട്ടിയുടെ നിലനോക്കിക്കോണേ. അപ്പോൾ തങ്ങളുടെ സ്വാർത്ഥത, തങ്ങളുടെ സംസ്ഥാനത്തെ മാത്രം അവരുടെ പ്രാതിനിധ്യം അതാണ് അവർ നോക്കുന്നത്. ഇന്ത്യ എന്ന വിശാല കാഴ്ചപ്പാട് ഈ രണ്ടു പേർക്കും ഇല്ലെന്നാണ് ഇന്ത്യയിലെ ജനങ്ങളോട് വരെ വിളംബരം ചെയ്യുന്നത്. എന്നിട്ടാണ് ആൾ ഇന്ത്യ തലത്തിൽ ഉള്ള കോൺഗ്രസുമായിട്ടുള്ള ഇന്ത്യ എന്ന വാക്ക് ഉച്ചരിക്കാൻ ഇനിമേൽ ഈ രണ്ടു പേർക്കും അർഹതയുണ്ടോ?
ഇന്ത്യയുടെ തെക്കേ ഭാഗത്തിന് ഒരു പ്രത്യേക രീതി, വടക്കേ ഭാഗത്തിന് വേറൊരു രീതി വേണമെന്ന് പറയുമ്പോൾ ഭരണഘടന ഈ ഭരണഘടന എന്നുള്ള വാക്കുച്ചരിക്കാൻ ഇവർക്ക് ഇനി അധികാരമുണ്ടോ? അതെ, ഭരണഘടന അനുസരിച്ചാണ്. ഡെലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മോദി ചെയ്യുന്നതല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെ ഭരണഘടന അധികാരമുള്ള ഒരു സ്ഥാപനം ചെയ്യുന്നതാണ് ഡെലിമിറ്റേഷൻ. മോദിക്കോ കോടതിക്ക് പോലുമോ അത് ചോദ്യം ചെയ്യാൻ അവകാശമില്ലാത്തതാണ്. അവിടെയാണ് ഈ രണ്ടു പേര് ചേർന്ന് ക്ഷുദ്രപ്രവർത്തനം നടത്തുന്നത്. അതാണ് ഈ ഡെലിമിറ്റേഷന് വേണ്ടി നടത്തുന്ന, സ്വന്തം മക്കളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി. ഒരാൾ സ്വന്തം മകനെ, കൊച്ചുമകനെയൊക്കെ മുഖ്യമന്ത്രിയാക്കാൻ നടത്തുന്നു, മറ്റൊരാൾ സ്വന്തം പാർട്ടിയെ അധികാരത്തിലേറ്റാനും വേണ്ടി നടത്തുന്ന നീചമായ ദേശദ്രോഹപരമായിട്ടുള്ള കൂടിച്ചേരൽ. അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാൻ. കൂടുതലൊന്നും പറയാതിരിക്കുക ബാക്കി.